എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന വിഷയം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളെ, ആ വ്യക്തി ചിലപ്പോൾ അത് അറിഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അറിഞ്ഞതായിരിക്കാം, പക്ഷെ തിരിച്ച് നിങ്ങൾക്ക് ഇങ്ങോട്ട് അതേ സ്നേഹം കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പറയാൻ പോകുന്ന വിഷയം, ആ വ്യക്തി നിങ്ങളെ എത്രത്തോളം നിങ്ങൾ ആഗ്രഹിക്കുന്നോ ആ രീതിയിൽ നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് 21 ദിവസം ചെയ്യണം. അത് ചെയ്യുന്നത് പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെ ചെയ്യണം. ഇത് ചെയ്തു നോക്കാം, എന്നിട്ട് കാര്യം നടക്കുമോ ഇല്ലയെന്ന് നോക്കട്ടെ. ആ രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് പല കാര്യങ്ങളും നിങ്ങൾക്ക് നടക്കാതെ വരുന്നത്. പിന്നെ പല ആളുകൾക്കും ഒരുപാട് തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ടാവും. നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാതിരിക്കാനുള്ള കാരണം അതാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ നെഗറ്റീവ് എനർജിയുടെയും തടസ്സങ്ങളായിട്ടും നല്ല രീതിയിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത്. മോശം കാര്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ മാത്രം നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് അതുകൊണ്ടാണ്. ചില ആളുകൾ വിചാരിക്കും, എനിക്കെന്താ ഇങ്ങനെ, എന്നോടെന്താ ദൈവം ഇങ്ങനെ ചെയ്യുന്നത്, ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, ഞാൻ വിചാരിച്ച ഒരു കാര്യം നടക്കുന്നില്ല, എല്ലാം തടസ്സപ്പെടുകയാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അതിൻ്റെ കാരണം ഇതാണ്, നല്ല രീതിയിൽ തടസ്സങ്ങൾ നിലനിൽക്കുന്നു, നല്ല രീതിയിൽ നെഗറ്റീവ് എനർജി നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഒരു കാര്യം നടക്കാത്തത്. അങ്ങനത്തെ ആളുകൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ ഇതിൻ്റെ അവസാനം കാണുന്ന ആ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം എങ്ങനെ സാധിച്ചു കിട്ടുമെന്നത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുപോലെ ചെയ്യുകയാണെങ്കിൽ ആ വിചാരിച്ച കാര്യം നടക്കുകയും ചെയ്യും. ഇന്ന് പറയുന്ന ഒരു കാര്യം, നമ്മൾ അതിന് വേണ്ടത് ഒരു ഗ്ലാസും ഒരു ചെറിയ കഷ്ണം കസ്തൂരി മഞ്ഞളും. ഈ കസ്തൂരി മഞ്ഞൾ നമ്മൾ അരച്ച് കുഴമ്പാക്കിയതിന് ശേഷം ആ ഗ്ലാസ്സിൽ നമ്മൾ ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക അതിൽ. എന്നിട്ട് ഒരു പേപ്പർ എടുത്ത്, ചെറിയ കഷ്ണം ഒരു പേപ്പർ എടുത്ത്, അതിൽ നിങ്ങൾക്ക് ഏത് വ്യക്തിയാണോ നിങ്ങളിലേക്ക് അടുത്ത് വരേണ്ടത് ആ വ്യക്തിയുടെ പേര് എഴുതുക. പച്ച മഷിയിൽ ആ വ്യക്തിയുടെ പേര് എഴുതണം. ആ പേര് എഴുതിയതിനു ശേഷം അത് നിങ്ങളൊരു ചെറിയ കവർ, പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു കവറിലാക്കുക. അത് ഈ കടയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ നിന്ന് കഷ്ണം വെട്ടിയെടുത്തിട്ട് അതിൽ പൊതിഞ്ഞാലും മതി. പൊതിഞ്ഞിട്ട് ഒരു നൂല് കൊണ്ട് കെട്ടാം. നൂല് ഏത് കളറായാലും കുഴപ്പമൊന്നുമില്ല. ഒരു നൂലെടുത്തിട്ട് നിങ്ങൾക്കത് കെട്ടിയിട്ട് ഇതിനുള്ളിലേക്ക് വെള്ളം കയറാത്ത രീതിയിൽ വേണം അത് കെട്ടാൻ. എന്നിട്ട് ഈ മഞ്ഞൾ കലക്കി വെച്ച ആ ഗ്ലാസ്സിലേക്ക് ഇത് ഇടുക. ഇത് ഇട്ടതിന് ശേഷം ഒരു 3 തുളസിയിലയും കൂടി അതിലേക്ക് ഇടുക. എന്നിട്ട് ഇത് മൂടിക്കെട്ടുക. ഇതിൻ്റെ വായ ഒരു തുണി കൊണ്ട്, ഗ്ലാസിൻ്റെ വായ ഒരു തുണി കൊണ്ട് മൂടിക്കെട്ടുക. മൂടിക്കെട്ടിയിട്ട് നിങ്ങളിത് ഭദ്രമായിട്ട് തട്ടിമറിഞ്ഞ് പോകാത്ത രീതിയിൽ നിങ്ങളുടെ കണ്ണെത്തുന്ന ഇതിൽ തന്നെ സൂക്ഷിച്ച് വയ്ക്കുക. മറ്റാരും അത് എടുത്തു നോക്കാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഇത് തട്ടിമറിഞ്ഞ് പോകുന്ന സ്ഥലത്ത്, അടുക്കള ഭാഗങ്ങളിൽ അവിടെ വെക്കരുത്. നമ്മൾ ഉപയോഗിക്കുന്ന കിടക്കുന്ന റൂമിലോ അതിൽ നമ്മൾക്ക് സേഫായ മറ്റേത് സ്ഥലത്തും വെക്കാം. എന്നിട്ട് നമ്മളിത് ചെയ്യേണ്ടത് ഡെയിലി രാവിലെ കുറച്ച് നേരം, ഒരു 2-3 മിനിറ്റ് നമ്മളതിൻ്റെ അടുത്ത് ചെന്ന് അത് കൈകൊണ്ട് തൊടുക. ഈ തൊടുമ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണം എന്ന്, അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അത് സംഭവിച്ചു കഴിഞ്ഞതായിട്ട്, അതെനിക്ക് കിട്ടി, ലഭിച്ചു, ഇതോടുകൂടി എൻ്റെ ആ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു, ആ വ്യക്തി എന്നോട് സ്നേഹത്തിലാണ് എന്ന ഒരു മൈൻഡിൽ വേണം നിങ്ങളത് കൈകൊണ്ട് തൊടാൻ. അത് കൈകൊണ്ട് തൊട്ട് 2 മിനിറ്റ് അത്രേ വേണ്ടൂ. അത്രയും നേരം നമ്മളത് കൈകൊണ്ട് തൊട്ട് ആ സമയത്ത് മറ്റ് ചിന്തകളൊന്നും നമ്മളിലേക്ക് വരാൻ പാടില്ല. അങ്ങനെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി നമ്മളത് കൈകൊണ്ട് തൊട്ട് 21 ദിവസം അത് തുടർച്ചയായിട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും. അത് പൂർണ്ണ വിശ്വാസത്തോടു കൂടി, ഇത് എൻ്റെ കാര്യം ഇതോടുകൂടി നടക്കും, ഇനി വേറെ യാതൊരുവിധ പ്രശ്നവുമില്ല, ഞാൻ വിചാരിച്ച കാര്യം ഇതോടുകൂടി നടക്കും എന്നുള്ള വിശ്വാസത്തിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 7 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അതിനുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ആ വ്യക്തിയോടുള്ള പെരുമാറ്റം എല്ലാം. അപ്പോൾ അതിന് ആ വ്യക്തി നിങ്ങളോട് ആ നല്ല രീതിയിലേക്ക് മാറി വരുമ്പോൾ നിങ്ങളും അതിനനുസരിച്ച് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച രീതിയിൽ ആ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ നടക്കും. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ
മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ കഴിയും. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവർ അത് മെസ്സേജ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.